പത്തനംതിട്ട നഗരം ഗതാഗതക്കുരുക്ക് മൂലം ശ്വാസം മുട്ടുന്നതിന്റെ പ്രധാന കാരണമാണ് വർഷങ്ങളായി പണി തീരാതെ കിടക്കുന്ന അബാൻ മേൽപ്പാലം. 2023 ഉദ്ഘാടനം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പ് പറഞ്ഞ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. പാലത്തിന് താഴെയുള്ള റോഡും പൊളിഞ്ഞു കിടക്കുന്നതിനാൽ അതുവഴിയുള്ള യാത്രയും ദുരിതം നിറഞ്ഞതായി. പണി തീരാത്ത അബാൻ മേൽപ്പാലവും തകർന്ന റോഡുമായിരിക്കും ഇത്തവണ വോട്ട് ചോദിച്ചെത്തുന്നവരോടുള്ള പത്തനംതിട്ടക്കാരുടെ പ്രധാന പരാതി. വളരെ ബുദ്ധിമുട്ടിലും മുനിസിപ്പാലിറ്റിക്ക് വാടക അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പല ആൾക്കാരും, കച്ചവടമില്ലാതെ പല ആൾക്കാർ കട കളഞ്ഞിട്ട് പോകേണ്ട അവസ്ഥകളും. ഇത് വികസനം ഏത് രീതിയിലാണ് വികസനം മുരടിച്ചുകൊണ്ട് ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും പലതവണ പത്തനംതിട്ടക്കാർ പരാതി പറഞ്ഞു മടുത്ത വിഷയമാണ് ഈ വഴിയുള്ള യാത്രാ ദുരിതം. പത്തനംതിട്ട നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാനെന്ന പേരിൽ നിർമ്മാണം തുടങ്ങിയതാണ് നഗരഹൃദയത്തിലെ ഈ മേൽപ്പാലം. പണി ഇഴഞ്ഞു നീങ്ങിയതോടെ മുഖച്ഛായ മാറി നഗരത്തിന്റെ പ്രധാന ഭാഗം വികൃതമായി. മന്ത്രിയും നഗരസഭാ ചെയർമാനും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം കാരണം പല വികസന പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ്, നടക്കുന്നില്ല. കാരണം ഇവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം കാരണം പല പദ്ധതികളും പത്തനംതിട്ട വരേണ്ടത് നടപ്പാക്കേണ്ടതായ പല പദ്ധതികളും പാതി വഴി കിടക്കുകയാണ്. സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്കും KSRTC സ്റ്റാൻഡിലേക്കും ആശുപത്രികളിലേക്കും പോകുന്ന വഴികൾ ചേരുന്ന ഇടമാണ് അബാൻ ജംഗ്ഷൻ. ദിനവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദുരിതവും സഹിച്ച് ഇതുവഴി കടന്നു പോകുന്നത്. മഴ എത്തിയാൽ ചെളിക്കുളമാവും ഇവിടെ. സംസ്ഥാന സർക്കാരിൻ്റെയും പത്തനംതിട്ട നഗരസഭയുടെയും വീഴ്ച മൂലമാണ് അബാൻ മേൽപ്പാലത്തിൻ്റെയും സർവീസ് റോഡിൻ്റെയും പണി പൂർത്തിയാകാത്തതെന്നാണ് UDF ആരോപിക്കുന്നത്. സർവീസ് റോഡ് പോലും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെയാണ് ഈ മേൽപ്പാലം ചെയ്തത്. അതുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും പത്തനംതിട്ടയിലെ ഗതാഗതം മുഴുവൻ താറുമാറാകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ്റാണ് ചെയ്യുന്നതെങ്കിലും ജില്ലാ ആസ്ഥാനത്തെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ നഗരസഭ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും പെട്ടെന്ന് തീർക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ യാതൊരുവിധമായ നടപടി സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് കുറേ തൂണുകളൊക്കെ ഒന്ന് മിനുക്കുകയും പണികൾ തുടങ്ങുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പദ്ധതിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF ഭരണസമിതിക്കെതിരെ വിഷയം പ്രചരണായുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പണി നീണ്ടുപോകാൻ കാരണമായതെന്നാണ് നഗരസഭാ ചെയർമാൻ പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം പലപ്പോഴും കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ പല സാങ്കേതിക തടസ്സങ്ങളും സൃഷ്ടിക്കുമ്പോൾ ജനപ്രതിനിധികൾക്ക് അതിനകത്ത് നിസ്സഹായരായി മാറുന്ന ചില അവസ്ഥകൾ ചില സമയത്തുണ്ടാകും. ഇത് തന്നെ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് ലാൻഡ് അക്വിസിഷൻ നടപടികളിലേക്ക് കടന്നിരുന്നു എങ്കിൽ ആ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അതിനിപ്പോൾ പ്രത്യേകിച്ച് മന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ മുനിസിപ്പൽ ചെയർമാനെയോ ഭരണാധികാരികളെ മാത്രം ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലെങ്കിലും ആ തടസ്സങ്ങളെല്ലാം നീക്കാൻ എല്ലാ തലത്തിലും ഏർപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്ന ചോദ്യമാകും സ്ഥാനാർത്ഥികളോട് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക. മീഡിയ 1 പത്തനംതിട്ട.